Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ. നമ്മൾ എത്ര കോടികൾ കൊടുത്താലും ഇഷ്ടം എന്ന് പറഞ്ഞ സാധനം കിട്ടൂല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് 10-20 പേർക്കൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ഫുഡ് ഉണ്ടാക്കണം. അപ്പോഴും ഞങ്ങളെ കളിയാക്കുകയും കൂവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കും കൂടെ ചേർത്ത ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. എനിക്ക് അതിൻ്റെ വിഷമമുണ്ട്, ഇതെന്താ അവർ മനസ്സിലാക്കാത്തതെന്ന്. സാബുചേട്ടൻ 2 രീതിയിലാണ് പറഞ്ഞത്. ഒന്ന് അമ്മിണി ലോഡ്ജ് പോലെയാണ് ഉണ്ടായിരുന്നു എന്ന് പറയും, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. അതായിരുന്നു എനിക്ക് ഡബിൾ സ്റ്റാൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അന്നം കൊടുക്കുന്നതിനെ ഒരു കുക്കറി ഷോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കളിയാക്കലോ ആയിട്ട് പറയുന്ന ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം കിട്ടാതിരിക്കണം, അപ്പം അറിയാൻ പറ്റും. ഇപ്പൊ ഈ എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം അൻസിബ കേസിന് പോയി. നമുക്ക് 100 ദിവസം അഭിനയിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി. എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു വേദിയില്ല. ഞാനായിട്ട് ഒരിക്കലും ആരോടും പോയി വഴക്കുണ്ടാക്കിയിട്ടില്ല അവിടെ. ടോപ്പ് 3 ആരൊക്കെ വരും? ഋഷി, ചിന്തപ്പൻ, അഭിഷേക്. ആഗ്രഹം മാത്രമല്ല വരുന്നത്, ഞാൻ വിശ്വസിക്കണം. ഇപ്പം ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ അൻസിബ പറയുന്ന പോയിന്റ്സിന് ആൾക്കാർ ഭയങ്കരമായിട്ട് അൻസിബ ഇങ്ങനെ പറഞ്ഞു, അൻസിബ പറഞ്ഞത് കറക്റ്റാണ്, അല്ലെങ്കിൽ അൻസിബ പറയുന്ന കാര്യങ്ങളിൽ വളരെ ശരിയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അല്ലാത്ത ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ട് മനഃപൂർവ്വം ഒരാളെ താഴ്ത്താൻ വേണ്ടി പറയുന്നതാണെന്നുള്ള രീതിക്കും കൂടെ സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ ശരിക്കും ഒരു ലാലേട്ടൻ, നമുക്കറിയാം, നമുക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡ് ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര കുഞ്ഞിതായിട്ടാണ് കേൾക്കുക, സൗണ്ട് ഭയങ്കര കുറവാണ്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കും, ലാലേട്ടൻ വിളിക്കുന്നതൊക്കെ ഒരു തെഞ്ഞെടുപ്പുണ്ടാവും. ഇതിൻ്റെ ഇടയിലും ഭയങ്കര കറക്റ്റായിട്ട് പോയിന്റ്സ് പറയാൻ എങ്ങനെയാണ് അൻസിബ ശ്രദ്ധിക്കുന്നത്? അതങ്ങനെ പോയിന്റ് ആണെന്നൊന്നും എനിക്കപ്പോൾ അറിയില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കേട്ടപ്പോഴും എല്ലാവരും പറഞ്ഞപ്പോഴും അങ്ങനെ പോയിന്റ് ആയിരുന്നു എന്ന് ചിന്തിച്ച്. ഒന്നാമത്തെ കാര്യം, ഞാൻ സംസാരിക്കുന്ന കുറവാണ്. എനിക്ക് കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ നല്ലോണം സംസാരിക്കും. അതിനകത്തുനിന്ന് ഞാൻ ശരിക്കും അത്ര കംഫർട്ടല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ പറയുന്ന എനിക്ക് ഗെയിം ഇങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടത്, ഞാൻ അങ്ങനെയൊന്നും അറിയില്ല. എനിക്ക് അവിടെ നിന്ന് എന്താണോ ഞാൻ കണ്ടുപിടിക്കുന്നത്, ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഞാൻ ഋഷിയോട് സംസാരിക്കും. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചാൽ ലാലേട്ടനോട് പറയും. അത് എന്നോട് ആര് ചോദിച്ചാലും ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാറില്ല. അതിനകത്ത് തന്നെയുള്ള പല കണ്ടസ്റ്റൻസ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ പറ്റി എൻ്റെ അഭിപ്രായം ഇതാ, വേണമെങ്കിൽ എനിക്ക് മൂടി വയ്ക്കാം, പക്ഷെ ഞാൻ അതൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പറയുന്ന വാക്കുകൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് എനിക്കൊരു പോയിന്റ് ഇങ്ങനെ വളച്ച് ഇങ്ങനെ എന്താ പറയാ, ഞാൻ പറഞ്ഞു മസനഗുഡി വഴി ഊട്ടിക്കല്ലേ മണാലിക്ക് പോയി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്ക് കാക്കനാടുന്ന് ചിറ്റേത്തുകര പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒറ്റ റൂട്ടിലേ പോവുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ പറയാനേ അറിയുള്ളൂ. അത് ഒരുപാട് പാരഗ്രാഫ് ആക്കി പറയാൻ എനിക്ക് അറിയൂല. അപ്പം ഞാൻ പറയേണ്ട കാര്യം പറയും, ഇരിക്കും. ഇത് നമ്മൾ ആ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞപ്പം അതിൽ ആ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ലാലേട്ടൻ വഴക്ക് പറഞ്ഞ 2 വ്യക്തികളാണ് ഋഷിയും അൻസിബയും. ഓക്കെ, അപ്പം അതിന് മുന്നേയും ഒരുപാട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഒരുപാട് പേരെ ലാലേട്ടൻ ഇതേപോലെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പേര് ഇതേപോലെ വിഷമിച്ചതും കണ്ടിട്ടുണ്ട്. പക്ഷെ അൻസിബയുടെ അത് കഴിഞ്ഞപ്പോൾ അൻസിബയുടെ വിഷമം, അൻസിബ കൂൾ, ഒരു പ്രശ്നമില്ല, പിറ്റേ ദിവസം അൻസിബ ചിരിച്ച് നടക്കണം. അപ്പം അതെങ്ങനെ ടേക്കപ്പ് ചെയ്യുന്നത്? അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ, കാരണം ലാലേട്ടനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഓൾറെഡി ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പം അദ്ദേഹം മുന്നിൽ വന്ന് ഇത്ര ആൾക്കാരിൽ ചീത്ത പറയുമ്പോൾ അതെന്താണെന്നറിയോ, ഈ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ് ഇങ്ങനെ വന്നു, ഇങ്ങനെ പ്രശ്നമായി. അപ്പോൾ എല്ലാവരും പറയുന്നത് നമ്മൾ ചെയ്തത് തെറ്റാണെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ലാലേട്ടൻ എന്നെ വഴക്ക് പറയുമ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു മനുഷ്യനാണ്, നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. എനിക്കൊന്നും തിരിച്ച് പറയാനും തോന്നില്ല. പക്ഷെ ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിലുള്ളൊരു 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിരിക്കും, നീറ്റായിരിക്കും, ക്വയറ്റായിരിക്കും, സ്റ്റാഫൊന്നും പുറകെ നടന്ന് ടിപ്പ് ചോദിക്കൂല, അല്ലെങ്കിൽ ഞങ്ങൾ ഡാൻസ് ചെയ്യട്ടെ, ഞങ്ങൾ പാട്ട് പാടട്ടെ എന്നും പറഞ്ഞ് പുറകെ പോകില്ല. ഞാൻ അങ്ങനെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചെറിയ ഹോട്ടൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെറിയ ഹോട്ടലിൽ പോലും ഞാൻ താമസിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഹോട്ടലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അവർ വരെ റൂം സർവീസ് വരും, മാം, ഓക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ മനസ്സിലുള്ള ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ ഇത് സീസണോ എപ്പിസോഡുകളോ ഒന്നും കണ്ടിട്ടൊന്നും വന്ന ആളൊന്നുമല്ല. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ കണ്ട 5 സ്റ്റാർ ഹോട്ടലിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ ഹോട്ടൽ നടത്തിയത്. പക്ഷേ ബിഗ് ബോസ് ഹോട്ടൽ വേറെയാണെന്നുള്ള കാര്യം എല്ലാവരും പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ആലോചിച്ചപ്പം എനിക്കറിയില്ല, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹോട്ടൽ ഇതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഹോട്ടൽ നടത്തി. ഇതായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ടാസ്ക് കൊളാക്കിയോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും
തോന്നിയില്ല. ആ ടാസ്ക് നടക്കുന്ന ഇടയിലാണ് മറ്റേ ജാസ്മിനും റസ്മിനും തമ്മിലുള്ള ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ അതിൽ അൻസിബ ഭയങ്കരമായിട്ട് കരഞ്ഞ് പാനിക്കായ പോലെ തോന്നിയായിരുന്നു. അങ്ങനെ ആ എണ്ണ തിളച്ചു പോന്നെ അത് ആ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ലൈക്ക് നമ്മൾ പ്രേക്ഷകർ കാണുമ്പോഴും ആ സിറ്റുവേഷൻ നമ്മൾ ആക്ച്വലി കണ്ടിട്ടില്ല, നമുക്ക് ആ ഫ്രെയിം നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അൻസിബ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ഇത്രയും പാനിക് ആയിട്ടുള്ള പരിപാടി കാണിക്കുമ്പോൾ കുറേ പേർക്ക് ഇത് കണക്ഷൻ വന്നിട്ടുണ്ടായില്ല, എന്തിനാണ് ഇത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ട് ഇമോഷൻ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഒന്നാമത് അവിടെ ഏറ്റവും കൂടുതൽ ആ ടാസ്കിൽ പ്രഷർ ഉണ്ടായിരുന്നത് എനിക്കായിരുന്നു. ഒന്നാമത് ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട്. അപ്പം ഞാൻ കാര്യങ്ങൾ പറയുമ്പോഴേ എൻ്റെ കൂടെയുള്ളവർ ഓക്കെ പറയുന്നതുകൊണ്ട് മാത്രം അത് നടക്കണത്. പവർ ടീം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓക്കെ പറയണമല്ലോ. അപ്പോൾ അത് എനിക്ക് പ്രഷറുണ്ട്. പിന്നെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രം ആളുകൾ കണ്ടിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഒരു ടാസ്കിലുപരി പേഴ്സണലി എന്നെ ഇറിറ്റേറ്റ് ചെയ്യണ പോലെ എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിയതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ആ വിഷമത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മറ്റേ കിച്ചൺ ടീം കത്തികളെല്ലാം എടുത്തുകൊണ്ട് പോയി, മറ്റേ ലൈറ്റർ എടുത്തുകൊണ്ട് പോയി അവിടെയുള്ള ഗസ്റ്റിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ പവർ ടീം അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ ഓണേഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് അവിടെ കത്തിയില്ല. അപ്പോൾ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് കിടക്കുന്ന ഒരു കത്തി മാത്രം അവിടെ കിടക്കണേ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഉള്ളി അരിയുന്നത്, കറി ഉണ്ടാക്കുന്നു, ചോറ് വെക്കാൻ വേണ്ടി ലൈറ്റർ ഇല്ല. അപ്പോൾ ഞാൻ അബിൻ്റെ അടുത്ത് വെച്ച് എന്താ ചെയ്യുക അബിന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ലൈറ്റർ വെക്കാമല്ലോ എന്ന്. അങ്ങനെ സാബു ചേട്ടൻ്റെ അടുത്ത് ലൈറ്റർ വാങ്ങിച്ചിട്ട് അത് കത്തിച്ച് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോഴും വേണമെങ്കിൽ എനിക്ക് ഹോട്ടലിൽ ഗസ്റ്റിന് മാത്രം ഫുഡ് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ അപ്പോഴും ഞാൻ അതല്ല ചിന്തിച്ചത്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ചേർത്ത് ഉണ്ടാക്കിയേ. അപ്പോഴും ഞങ്ങളെ കളിയാക്കുകയും കൂവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കും കൂടെ ചേർത്ത ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരിക്കണത് ഞാൻ. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കണത്. അപ്പോൾ എനിക്കതിൻ്റെ വിഷമമുണ്ട്, ഇതെന്താ ഇവർ മനസ്സിലാക്കാത്തതെന്ന്. അപ്പോൾ ഇതാരും മനസ്സിലാക്കുന്നില്ല വിഷമം. എനിക്ക് ഓൾറെഡി വിഷമമുണ്ട്. ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉള്ളിലിങ്ങനെ പൊട്ടി നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് സ്നാക്സ് വേണം, ഈവനിങ് സ്നാക്സ് വേണം, ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മെൻ്റൽ പ്രഷർ, അതിൻ്റെ ഇടയിൽ അടുക്കളയിലെ പണി എല്ലാവർക്കും കൂടെ ചെയ്തു കൊടുക്കുന്നത്, അതിനെ ഒരു പോസിറ്റീവായിട്ട് ഒരാൾ കാണുന്നില്ലല്ലോ എന്നുള്ള വിഷമം. ഇതിൻ്റെ ഇടയിലാണ് റോബോ വന്നിട്ട് വിളിക്കണത്. അപ്പോൾ റോബോ എനിക്ക് ആ സമയത്ത് പേഴ്സണലി ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയത്. വിളിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഒരു ഹോട്ടലിലും ഗസ്റ്റ് പറഞ്ഞ ഓണേഴ്സ് വരില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. പൂജ ഏതെങ്കിലും ഹോട്ടലിൻ്റെ ഓണറെ കണ്ടിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. താമസിച്ച മെജോറിറ്റി ആൾക്കാരും ആ ഹോട്ടലിൻ്റെ ഓണേഴ്സിനെ കാണാറുണ്ടാവില്ല. അവർ റിവ്യൂ നെറ്റിലൊക്കെ ഇടുന്നല്ലാതെ ഒരാളും ഓണേഴ്സിനെ കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഗസ്റ്റ് പറയുമ്പോൾ തന്നെ ഒരു ഓണറും വരൂല. അപ്പം എൻ്റെ മനസ്സിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ മനസ്സിലുള്ള 5 സ്റ്റാർ ഹോട്ടൽ അതല്ല. അപ്പം ഞാൻ വരൂല എന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും ഇതാക്കിക്കൊണ്ട് അപ്പോൾ എങ്ങനെ ഇറിറ്റേറ്റ്. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ താങ്കളുടെ ചിരി കാണാൻ ഡാഗിനെ പോലെ. അപ്പോൾ ഇത് ഓൾറെഡി ഗബ്രി പറഞ്ഞിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ കാര്യമെന്ന് എനിക്കറിയാം. അപ്പോഴും ഞാൻ ചിരിക്കുക ചെയ്തത്. ഞാൻ ഒന്നും തിരിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ ഹഹാന്ന് പറഞ്ഞ് വീണ്ടും ചിരിക്കുക ചെയ്തത്. എനിക്ക് തിരിച്ച് അതുപോലത്തെ വാക്കുകൾ പറയാൻ അറിയാഞ്ഞിട്ടോ, എനിക്ക് അറിയാഞ്ഞിട്ടോ അല്ല, എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം. പക്ഷെ അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാൻ ചിരിച്ചേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും മാക്സിമം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതും ഞാനിത് കേട്ടിട്ട് ഞാൻ പുറത്ത് ചിരിച്ചാൽ എനിക്ക് വിഷമം ആയിട്ടില്ല എന്നെങ്ങനെ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതൊരാളെ പേഴ്സണലി അങ്ങനെ വന്ന് വിളിക്കണം, അപ്പോഴേ അറിയുള്ളൂ അതിൻ്റെ ഒരു വേദന. നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയിലാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ വീട്ടുകാരിത് കാണുന്നുണ്ട്, അവർക്ക് വിഷമാവില്ല എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും അപ്പം ഇറങ്ങുന്നില്ല എന്ന് മനസ്സിലായപ്പം ജാസ്മിൻ വന്നിട്ട് ഇങ്ങനെ, ഞാൻ ഓൾറെഡി ഓഫ് ചെയ്തതാണ്. അപ്പം ഇപ്പുറത്ത് വേറെ എന്തോ ആവുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു സാധനമുണ്ട്. അപ്പം അത് ഓഫ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഇത് ഓൺ ചെയ്തിട്ടാണ് ഓഫ് ചെയ്തത്. ഗ്യാസിന്റെ ഞാൻ പറഞ്ഞില്ല ഇത് ഓഫ് ചെയ്തതാണ്. അപ്പം അവൾ തിരിച്ചപ്പോൾ തിരിയുന്നില്ല. അപ്പോൾ അവളത് ഇങ്ങോട്ട് തിരിച്ച് വീണ്ടും ഇങ്ങനെ തിരിച്ചു. അപ്പോഴേ ഞാൻ പാനിക്കാ. അതിൻ്റെ ഇടയിൽ ഞാൻ അന്തം വിട്ട് നോക്കണതിൻ്റെ ഇടയിലാണ് ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി റസ്മിനെ പിടിച്ചു. കാരണം റസ്മിനാണ് ഫിസിക്കലി ആരോഗ്യം കൂടുതൽ റസ്മിനാണ്. അപ്പോൾ ഞാൻ റസ്മിനെ പോയി പിടിച്ച് നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ എണ്ണയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഞങ്ങളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാറ്റിൻ പോലത്തെ അതിങ്ങനെ നിൽക്കണേ. അപ്പോൾ എണ്ണ എന്ന് വെച്ചാൽ നല്ല തിളച്ച എണ്ണയാണ്. ജസ്റ്റ് ഇങ്ങനെ ഓഫ് ചെയ്തതേ ഉള്ളൂ. അപ്പോഴാണ് വന്നിട്ട് വീണ്ടും ഓൺ ചെയ്ത് ഓഫ് ചെയ്തത്. എൻ്റെ കണ്ണിൽ കാണുന്ന വിഷ്വൽ ഇത് തിളച്ച് മറിയുന്നതാണ്. ഞാൻ അത് ഓൾറെഡി ഉണ്ടായിരുന്ന പ്രഷർ, വിഷമം, എന്നെ വിളിച്ച കാര്യം എല്ലാം കൂടെ ആയപ്പോഴാണ് എനിക്ക് ഭയങ്കര വിഷമം വന്നത്. അതിൻ്റെ ഇടയിൽ അപ്സരയുമായിട്ടൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. കാരണം ഞാൻ റസ്മിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു
എൻ്റെ അടുത്ത് ആരും നിൽക്കണ്ടെന്ന്. അപ്പോഴാണ് ഞാൻ റസ്മിനെ ഞാൻ പിടിവിട്ടത്. അതുവരെ ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്സരയുടെ അടുത്ത് അപ്പം മാറാൻ പറഞ്ഞത്. ഇത്രയും പ്രഷറാണ് എനിക്കുള്ളത് ആ സമയത്ത്. അങ്ങനെ ഞാൻ പാനിക്കായി കരഞ്ഞു പോയത്. അപ്പോൾ എനിക്ക് കുറേ സംസാരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ എൻ്റെ കണ്ണിൽ വീണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാനാണ് എൻ്റെ ഫാമിലി റൺ ചെയ്യുന്ന ഒരാൾ. ഈ എണ്ണ എൻ്റെ മേല് മൊത്തം മറിഞ്ഞിരുന്നെങ്കിലോ അവരുടെ ദേഹത്തായിരുന്നെങ്കിലോ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് പൊള്ളിയതായിട്ടാണ് എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എനിക്കിപ്പോഴും അറിയാതെ ചിലപ്പോൾ കണക്റ്റ് ആവുന്നുണ്ടാവില്ല ഇപ്പോഴും പറയുമ്പോൾ പലർക്കും. എനിക്ക് നമ്മൾ ആ ഹൗസിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയ ആൾക്കാർക്കും ഇപ്പം നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് അത് പറയുന്നതെന്ന് മനസ്സിലാവും. പക്ഷെ പുറത്തത്തെ ആൾക്കാർ ഇത് ലിറ്ററലി ഫീൽ ചെയ്യുന്നില്ല. അപ്പം അതിനകത്തിരിക്കുമ്പോൾ എന്താ പുറത്ത് വരുന്നത്, നമ്മളെ എങ്ങനെ കാണിക്കാം ഒന്നും നമുക്ക് അറിയില്ലല്ലോ. ഒരു ഷോ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി എഡിറ്റ് ചെയ്യണം. 1.5 മണിക്കൂറേ പോവുള്ളൂ കണ്ടന്റ്. അപ്പോൾ അവർക്ക് കട്ട് ചെയ്യേണ്ടി വരും. അത് മൊത്തത്തിൽ അതിപ്പോൾ ഏത് ഷോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ കുറയ്ക്കുക എന്നുള്ളത് കമ്പൽസറി ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബയസ്ഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പം ഞാൻ ഹോട്ടൽ ടാസ്കിൻ്റെ കാര്യം എൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ എനിക്കത് ശരിയാണ്. പക്ഷെ ചിലരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് ശരിയല്ല. അപ്പോൾ അത് ടാസ്ക്കായിട്ട് മാത്രം കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഹോട്ടൽ ടാസ്ക് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗത്തത് ശരിയാണ്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് 5 സ്റ്റാർ ഹോട്ടൽ ഇങ്ങനെ അല്ലല്ലോ എന്നുള്ളതാണ്. ഞാൻ റിയൽ 5 സ്റ്റാർ ഹോട്ടലാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ എൻ്റെ ഭാഗത്തുള്ള ശരി അതാണ്. അപ്പോൾ എപ്പോഴും ഒരു നാണയത്തിന് 2 സൈഡ് ഉണ്ടാവും. അതിലിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും ഹോട്ടൽ ഒരിക്കലും ഡിസിപ്ലിൻ ഇല്ലാത്ത ഹോട്ടൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിലെ ഹോട്ടൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഹോട്ടലാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഓണേഴ്സിന് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. ഇപ്പം ആ സമയത്ത് ഗസ്റ്റുകൾ അവിടെ ചെന്ന് വന്നിട്ട് നല്ലായിരുന്നു, നിങ്ങൾ അടിപൊളിയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അമ്മണി ലോഡ്ജ് പോലെ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്ത് വന്നോന്ന് അറിയില്ല. സാബു ചേട്ടൻ 2 രീതിയിലാണ് പറഞ്ഞത്. ഒന്ന് അമ്മിണി ലോഡ്ജ് പോലെയാണ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അമ്മിണി ലോഡ്ജ് ആണെന്നുണ്ട്, അതായത് ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലാന്ന് പുള്ളി തന്നെ പറഞ്ഞു. മിലിറ്ററി പോലെയാണ് ചെയ്തത്, ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. അതെങ്ങനെ 2 രീതിയിൽ പറയാം. അപ്പോൾ അതായിരുന്നു എനിക്ക് ഡബിൾ സ്റ്റാൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒന്നുകിൽ അമ്മിണി ലോഡ്ജ് എന്ന് പറയാം, അല്ലെങ്കിൽ മിലിറ്ററി ഭരണം എന്ന് പറയാം. ഇത് രണ്ടും കൂടെ എങ്ങനെ പറയാം? ഞങ്ങളത് ഭയങ്കരമായിട്ട്, ഞാനും അഭിയായിരിക്കും അത് കൂടുതലായിട്ട് ഇത് പറയാം. അപ്പോൾ ഞങ്ങളത് കൺട്രോൾ ചെയ്തത് ശരിക്കുള്ള 5 സ്റ്റാർ ഹോട്ടൽ എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുക അങ്ങനെയാണ്. അതായത് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഗസ്റ്റിൻ്റെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പോയിന്റ് കിട്ടുന്നൊരു കാര്യമല്ല. അപ്പോൾ അവർക്ക് പോയിന്റ് വേണമെങ്കിൽ അത് ചോദിച്ച് വാങ്ങിക്കാം. ഇങ്ങനെയാണ് ഞങ്ങളെ മനസ്സിലുള്ളത്. അപ്പോൾ ബിഗ് ബോസിൻ്റെ ഹോട്ടൽ ടാസ്കിൽ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ, ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മാന്യമായിട്ട് നിൽക്കി, നിങ്ങൾ വാങ്ങിച്ചു. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ പോയിന്റ്സ് വാങ്ങിച്ചോളൂ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കൂവി ബഹളം വയ്ക്കുന്നത്, അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് വിളിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ചിപ്പ് മാറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെയൊന്നും എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാൻ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു. അപ്പോൾ അത് മിലിറ്ററി ഭരണമാണെന്ന് സാബുചേട്ടൻ പറഞ്ഞു. അതേ സാബുചേട്ടൻ തന്നെ ഇത് അമ്മിണി ലോഡ്ജ് ആണെന്ന് പറഞ്ഞു. അത് ഒറ്റ വീഡിയോ തന്നെ പറഞ്ഞത്. ഭയങ്കര കോൺട്രാഡിക്ഷൻ ആയിരുന്നു എന്നെ സംബന്ധിച്ചത്. അപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അബിയുടെ അടുത്ത്, അബി ഒന്നുകിൽ അമ്മിണി ലോഡ്ജ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഓവർ കൺട്രോൾഡ് ആണെന്ന് പറയാം. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും തെറ്റാണെന്നാണ് അർത്ഥം. അതുകൊണ്ടായിരിക്കും ഞാൻ അത്രയും വിഷമിക്കാഞ്ഞത്. കാരണം എൻ്റെ ഭാഗത്ത് എനിക്കൊരു ന്യായം ഉണ്ടായിരുന്നു. ഇത് എന്താ പറയുക, ഇപ്പം മൊത്തത്തിലൊരു ഷോൻ്റെ ടോട്ടാലിറ്റി അല്ലെങ്കിൽ അതിൽ പുറത്തു വരുന്ന കോണ്ടന്റുകളും കാര്യങ്ങളും ഇപ്പം ബാക്കി കണ്ടസ്റ്റൻസ് അവിടെ ഒന്നും ചെയ്യാനിട്ടാണോ അതോ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണോ അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനോട് എന്താ? അവിടെ എല്ലാവരും പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഡ്യൂറേഷൻ്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ആ സംഭവങ്ങളൊന്നും വരാത്തതായിരുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ്, അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു ഷോയും കൂടെയാണ്. അപ്പം അതിനകത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ ക്ലാസ് ലേഡി എന്ന് വിളിച്ചിട്ടുള്ളത് അൻസിബേനെയാണ്. ഒരു ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസി ആണെന്ന് പറയുന്നത് അൻസിബേനായിരുന്നു. ഇപ്പോൾ ഓരോ വീട്ടുകാർ വന്നപ്പോഴായാലും അടുക്കളയിൽ നിന്നിട്ട് അവരെ അത്രയും സമയം ഫുഡ് ഉണ്ടാക്കി അവരെ ട്രീറ്റ് ചെയ്ത് അവരെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി റിസപ്ഷൻ കാണിച്ചായിരുന്നു ഭയങ്കരമായിട്ട് അൻസിബ. എല്ലാവർക്കും ആ ഒരു കാര്യത്തിനോട് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് അൻസിബ കൂടുതൽ നേരവും പണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്യാരക്ടർ കാരണം നമ്മളല്ലാതെ വേറെ ഗെയിമിലേക്ക് വരാതെ നമുക്ക് അല്ലാത്ത പരിപാടിയിൽ നമ്മൾ കുറേ നേരം നിൽക്കേണ്ടി വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് ഇപ്പം ഞാൻ ഒരു
ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും വരില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വരും. ഇപ്പോൾ അഭിഷേക് വരാറുണ്ട്, 2 അഭിഷേകും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ. ഇവൻ അവർക്ക് അറിയില്ല എന്നിട്ട് പോലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതറിയാം, അഭിഷേകിന്റെ പാത്രം പഠിപ്പിച്ച് കഴുകാൻ പഠിപ്പിച്ച ഞാൻ ദോശ ചൂടാൻ പഠിച്ചത്. അപ്പൊ എന്നൊക്കെ നന്നായി ദോശ ചൂടാണ്. അപ്പോൾ 2 അഭിഷേകം എന്നെ നന്നായിട്ട് കിച്ചണിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിച്ചണിൽ നിൽക്കുക. അപ്പോൾ ഓരോരുത്തർ വരുമ്പോഴും നമ്മൾ അത് എനിക്ക് സ്വന്തം വീടായി തോന്നിയതുകൊണ്ടായിരിക്കാം എല്ലാവരും വന്നപ്പോൾ ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിനകത്തുള്ളവരുടെ അടുത്ത് ആ സമയത്ത് എൻ്റെ അടുത്ത് മോശമായി ബിഹേവ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ദേഷ്യം തോന്നാറുള്ളൂ. അല്ലാതെ ഞാൻ ചുമ്മാ എനിക്ക് ദേഷ്യം തോന്നാറൊന്നുമില്ല. ഞാനായിട്ട് ഒരിക്കലും ആരോടും പോയി വഴക്കുണ്ടാക്കിയിട്ടില്ല അവിടെ. അപ്പൊ ഞാൻ വഴക്കുണ്ടാക്കുന്നില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈന്റ്. വഴക്കുണ്ടാക്കി ആക്ച്വലി അൻസിബ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഒരു വീക്കിലായിരുന്നു. കാരണം ഒരുപാട് കിച്ചണിൽ നിന്നിട്ട് ഒറ്റയ്ക്ക് പണിയെടുത്തപ്പം ജാസ്മിൻ ആയാലും പിന്നെ ജിൻഡോ ചേട്ടനായാലും ഹെൽപ്പ് ചെയ്യാൻ വരാത്തതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷനും. കാരണം നമുക്കറിയാം അവിടെ ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ടാസ്ക്. കാരണം കുറെ നേരം നിന്ന്. അത് മാത്രമല്ല അന്ന് എത്രയോ 19 പേര് 20 പേരെ കണ്ടുണ്ട്. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് 10-20 പേർക്കൊക്കെ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം. 64 ചപ്പാത്തി ഉണ്ടകൾ ഉണ്ടാക്കണം. 64 ചപ്പാത്തി. അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാറുണ്ട്. കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോഴും അതിന് പോസിറ്റീവായിട്ട് പറഞ്ഞില്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കുക്കിംഗ് അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയപ്പോഴും കേട്ടിട്ടുണ്ട് അത് കുക്കറി ഷോ അല്ല എന്നൊക്കെയുള്ള. അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട്, ഞാൻ അത്രയും പേർക്ക് അവിടെ ഞാൻ മനസ്സറിഞ്ഞ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. ആ ഭക്ഷണം കഴിച്ചതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് മെന്റൽ ഗെയിം ആണെന്നുണ്ടെങ്കിലും ഫിസിക്കൽ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും ചെയ്യാനുള്ളൊരു ആരോഗ്യം ഉണ്ടായത്. അപ്പം നമുക്ക് ഓക്സിജൻ മാത്രം പോരാ, വെള്ളം മാത്രം പോരാ, അതിൻ്റെ കൂടെ ഭക്ഷണം കൂടെ കഴിക്കണം. അത് ഞാൻ ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ടാണ് അവർക്കും ഞാൻ ഉൾപ്പെടെ ടാസ്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിലെനിക്ക് അഭിമാനമുള്ളൂ. ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അന്നം കൊടുക്കുന്നതിനെ ഒരു കുക്കറി ഷോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കളിയാക്കലോ ആയിട്ടോ പറയുന്ന ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം കിട്ടാതിരിക്കണം. അപ്പം അറിയാൻ പറ്റും ഭക്ഷണത്തിൻ്റെ വില. അല്ലെങ്കിൽ വീട്ടിലെ അമ്മയും ചേച്ചിമാരൊക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു വില എന്താണ്. അതെ, ഇപ്പം ഫാമിലി വീക്ക് വന്നു. അപ്പം ഫാമിലി വീക്ക് വന്നപ്പം ഒരുപാട് ആൾക്കാരുടെ ഇമോഷൻസ്, കുറേ പേരുടെ ഫാമിലികളെയും പറ്റി അറിയാൻ സാധിച്ചു. കാരണം ഓരോ കണ്ടസ്റ്റന്റിനെ മാത്രമല്ല നമ്മൾ അറിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വീക്കിൽ വന്നതിന് ശേഷമാണ് ഇപ്പം നോറയുടെ ഇഷ്യൂ അൻസിബ സംസാരിച്ചത്. കാരണം ആ ഉപ്പ വന്നിട്ട് വളരെ ജെനുവനായിട്ട് പറഞ്ഞൊരു കാര്യം, പക്ഷെ അതിനെ വേറെ രീതിക്ക് എടുത്തു. അതിനുശേഷം അൻസിബ ഭയങ്കരമായിട്ട് നന്നായി സംസാരിക്കുകയും ചെയ്തു അതിനെ അഗേൻസ്റ്റ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റി മനസ്സിലായോ അവരുടെ പാരൻസും കൂടെ വന്നപ്പോൾ? എനിക്ക് അവിടെയുള്ള എല്ലാവരും വ്യക്തമായിട്ട് അറിയാം, എല്ലാവരുടെ പേരൻസ് വന്നപ്പോഴും വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ അവരും കറക്റ്റായിട്ട് എനിക്ക് എല്ലാവരും വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഈ നോറയുടെ ഇഷ്യൂയിലേക്ക് വരാം. അത് എന്തുകൊണ്ട് അൻസിബയ്ക്ക് അങ്ങനെ ഫീൽ ചെയ്തത്, ലൈക്ക് ഒരു വിക്ടിം കാർഡ് ഇവിടെയും കളിക്കുന്നുണ്ട് എന്നുള്ളത്? അത് ഞാനിപ്പോൾ പറയുന്നത് അതിനകത്തുനിന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ പുറത്ത് വന്നിട്ട് വീണ്ടും പറയണമെന്ന് പറഞ്ഞിട്ട് ആരും വരല്ലേ. അതിനകത്തുനിന്ന് എനിക്ക് തോന്നിയതിൻ്റെ കാരണം പറയാം. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു പാട്ടല്ല, പക്ഷെ അതെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം വീട്ടിലെ പ്രശ്നം വീട്ടിൽ തീർക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. എൻ്റെ വീട്ടിലുണ്ടാവും, പൂജയുടെ വീട്ടിലുണ്ടാവും, ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ എല്ലാ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല, അത് എത്ര പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ എനിക്കെന്തോ വീട്ടുകാർ ഇപ്പം ടോക്സിക് പാരന്റിങ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ടോക്സിക് പാരന്റിങ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ തിരിച്ച് പേരൻസിൻ്റെ അടുത്തും ടോക്സിക് ആയിട്ട് പെരുമാറുന്ന കുട്ടികളും ഉണ്ട്. എല്ലാം ഉണ്ട് സമൂഹത്തിൽ, അല്ലേ? ഒരു വിഭാഗം മാത്രമല്ല, എല്ലാം ചേർന്നതാണ് ഈ സമൂഹം. അപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു വിഷമം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോറയ്ക്കാണെങ്കിൽ എല്ലാം പറയാൻ ഇത്രയും വലിയൊരു വേദിയുണ്ട്, ഇത്രയും ആളുകൾ കാണുന്നൊരു ഷോയാണ്. അവർക്ക് ഈ അച്ഛനും അമ്മയ്ക്കും അവരുടെ ഭാഗം പറയാനൊരു വേദിയില്ല അത്രയും വലിയ. അപ്പോൾ അവർക്കൊരു ന്യായം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ളൊരു വേദിയില്ല അവർക്ക്. അപ്പോൾ ഒരു ഭാഗം മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുക, അവർ പറയുകയും ചെയ്തു കാണുന്നുണ്ടെന്ന്. സ്നേഹത്തിലാണ് പറഞ്ഞത്, എൻ്റെ മോളുള്ളതുകൊണ്ട് ഞാൻ കാണാം, എൻ്റെ മോളല്ലേ, എനിക്കിഷ്ടമില്ലാണ്ടിരിക്കുകയോ. ഇത് കാണുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടും. അപ്പോൾ അത് കാണുമ്പോൾ ആ മനുഷ്യനുള്ളൊരു വേദന എന്തായിരിക്കും എന്ന് ആലോചിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അവിടെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ചെയ്തത് മോശമായിരിക്കാം,
പക്ഷെ എന്നെ സംബന്ധിച്ചത് അറ്റ്ലീസ്റ്റ് ഞാനത് പറഞ്ഞതിന് ശേഷം ആ ഒരു ടോപ്പിക് അവസാനിച്ചല്ലോ, അങ്ങനെ ഒരു സംഭവം പറയുന്നത് നിർത്തിയല്ലോ, എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയെങ്കിലും ആ ഒരു ടോപ്പിക് സംസാരിക്കരുത് അവിടെ. അപ്പോൾ ആളുകൾ ചോദിക്കും അൻസിബയും ഫാമിലി ഇഷ്യൂ എടുത്തിട്ടല്ലോ അങ്ങനെയാണെങ്കിൽ. ഞാനത് എടുത്തിട്ടത് ഇനി അത് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം അങ്ങനെ ഒരു സംസാരം ആ വീട്ടിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം അൻസിബയുടെ എവിക്ഷൻ നടക്കുന്നു. കാരണം ആ എവിക്ഷന് തൊട്ട് മുന്നേ ഉള്ള ഒരു 3-4 വീക്സ് മുന്നേ ഇപ്പം ഒരു 55 ഡേയ്സിൽ ഇപ്പം ഗബ്രി ഔട്ട് ആവുന്ന സമയത്തായാലും ഹൗസിനുള്ളിലും വിചാരിച്ചിരുന്നത് അതൊരു ടൈറ്റ് എവിക്ഷൻ ആയിരുന്നു, മീൻസ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ആ ഒരു ഇതെന്ന് അൻസിബ പോകുന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ഗബ്രിയുടെ ആ ഒരു എവിക്ഷൻ. പക്ഷെ അവിടെ നിന്ന് അൻസിബ പോയില്ല. ആ ഒരു വീക്ക് തൊട്ടിട്ട് അൻസിബയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് കയറി വന്നൊരു ടൈമായിരുന്നു, ടിൽ ദ വീക്ക് യു ഗോട്ട് എവിക്റ്റഡ്. അപ്പം പക്ഷെ ആ ഒരു എവിക്ഷൻ വന്നപ്പം എല്ലാവർക്കും ഭയങ്കര ശരിക്കും അൻസിബ പോയോ, ഞാൻ പറഞ്ഞില്ല, ഞാൻ കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് അൻസിബ കപ്പടിക്കണം, അൻസിബ ഔട്ടായി ചേട്ടാ. അയാൾക്ക് അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു അൺഫെയർ എവിക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് എല്ലാ സമയത്തും പറഞ്ഞത്. പറഞ്ഞ പോലെ ഞാൻ ആരെയും പേഴ്സണലി ഇതാക്കിയ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇന്ന ആൾ ഇന്നത് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോഴേ ഞാൻ വ്യക്തമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്, അതൊരിക്കലും പേഴ്സണൽ ഗ്രഡ്ജ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുമ്പോഴും ഇതെങ്ങനെയാണ് പുറത്തെടുക്കുന്നത്, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. ജനങ്ങളെല്ലാം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവരിത് ആഗ്രഹിക്കുന്നുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഓരോ ആഴ്ചയും ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ പോവായിരിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് ഒരു ക്ലൂ പോലും ഇല്ല എന്താണ് എന്നുള്ളത്. എനിക്ക് ആകെയുള്ള ഒരു എൻ്റെ ഭാഗത്ത് ഞാൻ ശരിയാണ്, എൻ്റെ മനസ്സിൽ എനിക്ക് ന്യായമുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഓരോ തവണ ഞാൻ അകത്തേക്ക് വരുമ്പോൾ ഞാൻ പറയാറുണ്ട് അവിടെ നിന്ന് ഭയങ്കര അന്തസ്സായിട്ടാണ് ഞാൻ അകത്തേക്ക് കയറാറുള്ളത്. കാരണം എനിക്ക് വോട്ട് ചെയ്തല്ലോ ഈ മനുഷ്യന്മാരെല്ലാവരും, എൻ്റെ അടുത്തുള്ള സ്നേഹം കാണിക്കണമല്ലോ. അപ്പോൾ സായിയൊക്കെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ സായിയുടെ അടുത്ത് പറയും എനിക്കും ക്യൂരിയോസിറ്റി ഉണ്ട് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അപ്സര ഇടയ്ക്ക് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അൻസിബ് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു ബിഗ് ബോസിന്, അൻസിബ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി. അതെ, ഇപ്പൊ ഈ എവിക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ന്യൂസ് ഒക്കെ കേട്ടു അൻസിബ കേസിന് പോയി. അപ്പൊ ഞാനൊരു അൻസിബ അങ്ങനെ കേസിന് കാര്യങ്ങൾ ലൈക്ക് അതൊരു ഷോ ആണ്, അതിലിപ്പം എവിക്ഷൻ വരുന്ന വോട്ടിന്റെ ബേസിലാണെങ്കിൽ നമ്മൾ അതിന്റെ ബേസിൽ ഇറങ്ങിയാൽ. അപ്പൊ അങ്ങനെ ഒരു കേസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരു കേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ഗബ്രിയുടെ ആ ഒരു എവിക്ഷൻ, ആ ഒരു എവിക്ഷൻ നടന്നതിന് ശേഷമാണ് എന്താ പറയുക ഹൗസിനകത്ത് തന്നെ ആൾക്കാർക്ക് പേടി വരാൻ തുടങ്ങിയത്. കാരണം ആ ഒരു ടൈമിൽ ഗബ്രി ഞാൻ അവിടെ പറയാറുണ്ടല്ലോ ഇന്ന ആൾക്ക് പേടിയാണ് ഇന്ന ആൾ പോകും. ഞാൻ അതിനകത്തുനിന്ന് ലൈവ് റിവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ ലൈവ് റിവ്യൂ ആണ് ആക്ച്വലി നടന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കിത് പറയാനൊരാൾ ഋഷിയുള്ളൂ, അവൻ്റെ അടുത്ത് ഞാൻ പറയും. അല്ലാതെ ഇത് കേട്ടിട്ടൊന്നുമല്ല അവൻ അവിടെ പെരുമാറുന്നത്. അവൻ എല്ലാവരുടെ അടുത്തും സ്നേഹമുള്ളൊരു കുട്ടിയാണ്. അവൻ എല്ലാവരോടും സ്നേഹത്തിലേ പെരുമാറുള്ളൂ. അവൻ ഇഷ്ടപ്പെടാത്ത കണ്ടു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഋഷിയെ. അവന് ദേഷ്യം വിഷമം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതെനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവനെ. കാരണം ഞാൻ അവനെ ഇത്ര മാസങ്ങളായിട്ടുള്ളൂ കണ്ടിട്ട്. അപ്പം ഞാൻ പതുക്കേടാ ഋഷി മതിയടാ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവനെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവനിങ്ങനെ കുറേ നേരം ഇങ്ങനെ അവന് പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പറഞ്ഞു തീർന്ന് അവൻ്റെ പ്രശ്നം തീർന്നു. അപ്പം ഞാൻ അത് മനസ്സിലാക്കി. അപ്പം പിന്നെ ഞാൻ എല്ലാവരോടും പറയാം അവൻ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തീരും. അവനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോഴാണ് അവന് വീണ്ടും ഇതാവുക. അപ്പം ഞാൻ അതുകൊണ്ടാണ് അവന് വിടുന്നത്. അല്ലാതെ ഞാൻ അപ്പം എന്ത് പറഞ്ഞാലും അവന് മനസ്സിലാവൂല. അവനായിട്ട് സ്വയം ഹീൽ ചെയ്യണം. അത് സ്വയം ഹീൽ ചെയ്ത് ശീലിച്ച ആളുകളുടെ ഒരു കാര്യമാണ്. ഇപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ എന്നെ ആരും സമാധാനിപ്പിക്കാൻ അപ്പം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇറിറ്റേഷനെ ഫീൽ ചെയ്യാം. ഞാനത് സ്വയം ഹീൽ ചെയ്യും. അത് അങ്ങനെ കുറേ പേരുണ്ട്. ഞാനപ്പോ ചോദിച്ച ആ ടൈമിൽ ഇപ്പം ഗബ്രി ഔട്ടായി കഴിഞ്ഞിട്ട് അൻസിബ അവിടെ വന്നപ്പം ഒരുപാട് പേര് അയ്യോ നമ്മൾ വിചാരിച്ചത് അൻസിബ അല്ലേ പോവാ, എന്തുകൊണ്ട് ഗബ്രി പോയി, പിന്നെ കുറെ പേര് സീക്രട്ട് റൂമിലാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഒരു എവിക്ഷന് ശേഷമുള്ള ഒരു എഫക്റ്റ് എന്തായിരുന്നു അവസ്ഥനകത്ത്? ഞാൻ ചിന്തിച്ചത് ശരിയായിരുന്നു എന്ന് എനിക്ക് അന്ന് മനസ്സിലായി ആ എവിക്ഷൻ കണ്ടപ്പോൾ. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ അപ്പോഴും സത്യസന്ധമായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത്.
അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു, അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് കോംബോകളെ പറ്റിയിട്ട്. ഇപ്പം അർജുൻ ശ്രീതുവിനെ പറയുന്നുണ്ട്, ഗബ്രി ജാസ്മിനെ പറയുന്നുണ്ട്, ഋഷി അൻസിബ, പിന്നെ അവിടെ ഇപ്പൊ റീസെന്റ് സിജോ നന്ദന ഒരു ബ്രദർ, അവരൊരു ബ്രദർ സിസ്റ്റർ സാധനം. അപ്പോൾ ഇപ്പം ആ ഷോനകത്ത് ഇപ്പം നമ്മൾ ഉള്ളിൽ നിന്നിട്ട് റിയൽ ആയിട്ടും ഫേക്ക് ആയിട്ടും കോംബോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫേക്ക് കോംബോസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഫേക്കായിട്ട് കോമ്പോസ് ക്രിയേറ്റ് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും. പക്ഷേ അത് ആളുകൾ കണ്ടുപിടിക്കും. നമുക്ക് 100 ദിവസം അഭിനയിക്കാൻ പറ്റില്ല, അഭിനയിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കും, പക്ഷേ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ അത് പുറത്തേക്ക് വരും. അപ്പോൾ അത് ആളുകൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യും. നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഭയങ്കര ഇൻ്റലിജൻ്റ്, പെട്ടെന്ന് മനസ്സിലാവും. അതിപ്പോൾ ആരുടെ ആണെന്നുണ്ടെങ്കിലും, ഞാൻ കള്ളത്തരം കാണിച്ചാലും മനസ്സിലാവും, ആര് കള്ളത്തരം കാണിച്ചാലും മനസ്സിലാവും. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു ടോപ്പ് 5 ആരൊക്കെ വരും എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസിബയുടെ ഒരു ടോപ്പ് 5 പ്രഡിക്ഷൻ. എനിക്ക് ടോപ്പ് 5 ഇല്ല, എനിക്ക് ടോപ്പ് 3 ഉള്ളൂ. ഓക്കെ, ടോപ്പ് 3. ഋഷി, ചിന്തപ്പൻ, അഭിഷേക്. ഓക്കെ, ഇവര് 3 പേരും വരണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം മാത്രമല്ല, വരുന്നു ഞാൻ വിശ്വസിക്കണം. വരട്ടെ അല്ലേ? ഓക്കെ, എന്തായാലും ഫിനാലേക്ക് പോകുന്നുണ്ടല്ലോ. ഫിനാലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് അൻസിബ. അപ്പൊ ഇനിയും ലൈഫിൽ ഒരുപാട് വർക്ക്സ് വരട്ടെ, ആൾക്കാർ ഇനിയും അറിയപ്പെടട്ടെ, സെലിബ്രേറ്റ് ചെയ്യപ്പെടട്ടെ. ഇനിയിപ്പോൾ ഇനിയുള്ള പ്ലാൻസ് എന്തൊക്കെയത് കഴിഞ്ഞിട്ട്? എനിക്ക് ഏറ്റവും ആഗ്രഹം ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. ഹീറോയിനൊന്നുമല്ല എൻ്റെ മനസ്സിൽ, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, പ്രോമിനൻറ്റ് ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ദൃശ്യത്തിൽ ഞാൻ ഹീറോയിൻ അല്ല, ദൃശ്യത്തിൽ പക്ഷേ ഏറ്റവും നല്ലൊരു കഥാപാത്രം ഞാൻ ചെയ്തത്. അതുപോലെയുള്ള കഥാപാത്രങ്ങൾ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ ഡയറക്ഷൻ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ഞാൻ ഒരിക്കൽ അനൗൺസ് ചെയ്തിട്ട് കോവിഡ് കാരണം സ്റ്റക്കായി പോയതാണ്. അപ്പോൾ അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. പിന്നെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ അങ്ങ് ജീവിച്ചു പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയും പേരുടെ ഒരു സ്നേഹം എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞ ബിഗ് ബോസിൽ പോയിട്ടാണ് കേട്ടോ. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ. നമ്മൾ എത്ര കോടികൾ കൊടുത്താലും ഇഷ്ടം എന്ന് പറഞ്ഞ സാധനം കിട്ടൂല, റിട്ടേൺ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ ഇതല്ല, ജെന്യൂനായിട്ട് എനിക്ക് സ്നേഹം വാരിക്കോരി തന്നുകൊണ്ടിരിക്കുക. കുറേ കുട്ടികളും അമ്മമാരും ചേച്ചിമാരും ഒരുപാട് കപ്പിൾസും ഒരുപാട് അപ്പൂപ്പന്മാരും. എനിക്കിങ്ങനെ മെസ്സേജ് വരുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അവരുടെ അടുത്ത്. എനിക്കിങ്ങനെ അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഒരുപാട് നന്ദി കേട്ടോ ഇത്രയും സ്നേഹം കാണിക്കണേന്. അതെ, അപ്പം ഇതെല്ലാം നടക്കട്ടെ. ഓക്കെ, പുതിയൊരു ഡയറക്റ്റ് ചെയ്യണ പടം കാണട്ടെ, ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സ് കാണട്ടെ. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് ഡാൻസ് വീഡിയോസും കാണട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഡാൻസ് അറിയില്ല. ഡാൻസിന് മാത്രം ഫാൻസ് ഉണ്ട്, ആ ഫാൻസിന് വേണ്ടി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്ഭുതപ്പെട്ടൊരു കാര്യം, എൻ്റെ ഡാൻസോ? ഓ, ശരിക്കും ഞാൻ ഞെട്ടിയ കാര്യം. കാരണം ഞാൻ ബാക്കിയുള്ളവർ എടുക്കുന്നതിനേക്കാളും കൂടുതൽ സമയം എടുത്തിട്ടാണ് ഒരിപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഡാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്റ്റേജ് ഷോ ചെയ്യുമ്പോഴേ ഞാൻ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ ഒരു ദിവസം കൊണ്ട് പഠിക്കണേ, ഞാൻ 2 ദിവസം, ഒരു ദിവസം എക്സ്ട്രാ എനിക്ക് വേണം പഠിക്കാൻ. ഞാനാണ് അവിടെ പോയിട്ട് ഡാൻസർ പട്ടം വാങ്ങിയത്. അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. ഓ, അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതെ അതെ, അപ്പോൾ എല്ലാം ഹാപ്പി ആയിട്ട് പോട്ടെ. ഓക്കെ, നമുക്ക് ഇനിയും കാണാം, നമ്മൾ ഇത് തന്നെ വീണ്ടും കാണാം. ഓക്കെ, അപ്പം നന്ദി, നമസ്കാരം. താങ്ക് യു. Bharat College of Nursing, Thiruvarur, Tamil Nadu. Affiliated to the Tamil Nadu Dr. MGR University. Admission open for BSc Nursing 2024. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.